Hi, good morning everyone. This is Lakshmi with you in OBG nursing classes. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡയഗ്നോസിസ് ഓഫ് പ്രഗ്നൻസി ആണ്. അതായത് നമ്മൾ പ്രഗ്നൻസി എങ്ങനെയാണ് ബേബി ഫോം ചെയ്യുന്നത്, ബേബിയുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, പ്ലാസന്റ് എങ്ങനെയാണ്, സർക്കുലേഷൻ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ബോഡി തരുന്ന കുറച്ച് ഹിൻസ് ഉണ്ട് എങ്ങനെയാണ് ഒരാള് നമ്മൾ പ്രഗ്നന്റ് ആണ് എന്ന് അറിയുന്നത്. സോ ആ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഡയഗ്നോസിസ് ഓഫ് പ്രഗ്നൻസി അല്ലെ, എന്തൊരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് അല്ലെ, വെൻ യു നോ ലൈക്ക് യു ആർ പ്രഗ്നന്റ്. ഓക്കെ, സോ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മളെ ബോഡി കാണിച്ചു തരുന്ന സിംറ്റംസിൽ മെയിൻ ആണ് അമെനോറിയ. അമെനോറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവേഷൻ അല്ലെ. സോ നമ്മൾ പീരീഡ്സ് നിൽക്കുമ്പോഴാണ്, ഓക്കെ, നമ്മൾ ഇത്രയും നാൾ റെഗുലർ ആയിട്ട് വന്നുകൊണ്ടിരുന്ന പീരീഡ്സ് പെട്ടെന്ന് മിസ്ഡ് ആവുമ്പോഴാണ് ഒരു ഡൗട്ട് ഉണ്ടാവുന്നത് പ്രഗ്നന്റ് ആണോ അല്ലയോ എന്നുള്ളത്. So the most common cause of secondary amenorrhea is pregnancy. എന്ന് വെച്ചാൽ പ്രൈമറി അമെനോറിയ ഉണ്ട്, സെക്കൻഡറി അമെനോറിയ ഉണ്ട്. പ്രൈമറി അമെനോറിയ എന്ന് പറഞ്ഞാൽ ആ ആൾക്ക് ഒരു മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടേ ഇല്ല. ബട്ട് സെക്കൻഡറി അമെനോറിയ എന്ന് പറയുന്നത് നമ്മൾക്ക് ഷി വാസ് ഓൾറെഡി മെൻസ്ട്രുവേറ്റിംഗ് നോർമലി, ലൈക്ക് മെൻസസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വരുന്നില്ല. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കോസ് എന്തായിരിക്കും? അത് പ്രഗ്നൻസി ആണോ എന്നതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഡൗട്ട്. So a woman who was having regular periods experiences amenorrhea after exposed to sexual intercourse, then we have to suspect pregnancy. And she remains amenorrheic throughout pregnancy. Throughout pregnancy എന്തായിരിക്കും? ആള് അമെനോറിക് ആയിരിക്കും, മെൻസസ് വരില്ല. ആൻഡ് പ്ലാസെന്റൽ സൈൻ ഉണ്ട്. അടുത്തതാണ് പ്ലാസെന്റൽ സൈൻ. എന്താണ് പ്ലാസെന്റൽ സൈൻ? Minimal bleeding occurs up to 12 weeks until the decidual space is obliterated by the fusion of decidua vera and decidua capsularis. അതായത് ചില കാര്യങ്ങളിൽ നമ്മൾക്കൊരു 3 മാസം, ഒരു 12 വീക്സ് വരെ എന്താണ്, ചെറുതായിട്ട് മൈൽഡ് ആയിട്ടൊരു ബ്ലീഡിങ് കാണും. അതിനെയാണ് നമ്മൾ പ്ലാസെന്റൽ സൈൻ എന്ന് പറയുന്നത്. കാരണം ആ പ്ലാസെന്റ് ഡെസിഡുവൽ സ്പേസ് ഉണ്ടല്ലോ, അവിടേക്ക് നമ്മുടെ ഡെസിഡുവ വേര, ഡെസിഡുവ ബേസാലിസ് അത് കറക്റ്റായിട്ട് ഫ്യൂസ് ചെയ്തിരിക്കുന്നിടം വരെ നമുക്ക് എന്താണ്, ഒരു ചെറുതായിട്ട് ബ്ലീഡിങ് കാണാനുള്ള ടെൻഡൻസി ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്ലാസെന്റൽ സൈൻസ് എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ അതർവൈസ് ഷീ വിൽ ബി റിമൈനിങ് ലൈക്ക് അമെനോറിക് ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി. സോ നമ്മുടെ ഫസ്റ്റ് സിംറ്റം ആണ് അമെനോറിയ. സിംറ്റം എന്ന് പറയുമ്പോൾ എന്താണ്? പേഷ്യന്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് കേട്ടോ, സബ്ജക്റ്റീവ് ആണ് എപ്പോഴും സിംറ്റംസ്. പിന്നെ വരുന്നതാണ് നമ്മുടെ മോർണിംഗ് സിക്നസ്. എന്താണ് മോർണിംഗ് സിക്നസ്? നോസിയ ആൻഡ് വോമിറ്റിംഗ് occurs soon after missed periods. നമുക്ക് പീരീഡ് മിസ്സായി കഴിയുമ്പോൾ തന്നെ ആൾക്കങ്ങ് ആകെ മനംപരട്ടലാണ്. എന്ത് സ്മെല്ല് വന്നാലും അങ്ങ് വൊമിറ്റ് ചെയ്യാൻ തോന്നും. നോസിയേറ്റഡ് ഫീലിംഗ് ആണ് ത്രൂ ഔട്ട് ദ ടൈം. സോ മെയിൻലി പ്രൈമിക് ആണ് കൂടുതലും. അങ്ങനെ ഉണ്ടാവുന്നവർക്ക് നമുക്ക് സബ്സിക്വന്റ് പ്രഗ്നൻസിയിലും ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ HCG. നമ്മുടെ HCG ആണ് ഏറ്റവും ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിൻ. HCG ഹോർമോണിന്റെ അളവ് പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ബോഡിയിൽ എലിവേറ്റഡ് ആയിരിക്കും. സോ ഈ HCGയുടെ പ്രസൻസ് ആണ് ആൾക്ക് എന്ത് പറ്റുന്നത്? നോസിയും വോമിറ്റിങ്ങും ഒക്കെ ഉണ്ടാകുന്നത്. റെയർലി എക്സ്റ്റെൻസ് ബിയോണ്ട് 12 വീക്സ്. യൂഷ്വലി നമ്മളൊരു 3 മാസം കഴിയുമ്പോൾ ഇത് സബ്സൈഡ് ചെയ്യാറാണ് പതിവ്. പക്ഷെ ചില പേഷ്യൻസിൽ, ചില അമ്മമാരിൽ ഇത് വളരെ സിവിയർ ആയിട്ട് തന്നെ ചിലപ്പോൾ മുന്നോട്ട് നിൽക്കും. സെക്കൻഡ് ട്രൈമസ്റ്ററിലും ഒക്കെ കാണാറുണ്ട്. നമ്മളത് ഹൈപ്പറെമിസിസ് ഗ്രാവിഡാറം എന്നൊരു കണ്ടീഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതിന്റെ ട്രീറ്റ്മെന്റും മാനേജ്മെന്റും എങ്ങനെയാണെന്നുള്ളത്. എന്താണെങ്കിലും ഇത് നമ്മൾ ഒരിക്കലും വെറുതെ കാണേണ്ട ഒരു സിറ്റുവേഷൻ അല്ല. നമുക്ക് ചിലർക്ക് നല്ല ഹോം ടിപ്സ് ഒക്കെ ഉണ്ടാകും. അതിൽ നമ്മൾ ഈ ഇഞ്ചിയൊക്കെ നാക്കിന്റെ താഴെ വെച്ചിട്ട്, പച്ച ഇഞ്ചിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ ചിലർക്കൊക്കെ ഒരു റിലീഫ് കിട്ടുന്നെന്ന് പറയാറുണ്ട്. അതുപോലെ നമ്മൾ എന്തെങ്കിലും പൊട്ടറ്റോ ചിപ്സ്, ഇത്തിരി സ്പൈസി ആയിട്ടുള്ള ലേസോ അല്ലെങ്കിൽ പൊട്ടറ്റോ ചിപ്സ് അങ്ങനെയൊക്കെ ഉള്ളത് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഒന്ന് നാക്കിൽ വെച്ചാൽ ആ ആൾക്ക് ആ സെൻസേഷൻ മാറും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഡെയിലി റുട്ടീൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. സോ അങ്ങനെ സെൻസേഷൻ മാറുമ്പോൾ തന്നെ നമുക്ക് ആ നോസിയേറ്റഡ് ഫീലിംഗ് മാറുമെന്ന് പറയാറുണ്ട്. ബട്ട് ഇഫ് ഷീ ഈസ് സിവിയർലി വോമിറ്റിംഗ്, യു ഹാവ് ടു ടേക്ക് ഹെർ ടു ദ ഹോസ്പിറ്റൽ ആൻഡ് ഗെറ്റ് ട്രീറ്റ്മെന്റ്. ദെൻ അടുത്തതാണ് ഫ്രീക്വൻസി ഓഫ് മിക്ചുറേഷൻ. എന്താണ്? എപ്പോഴും യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. സോ ഇൻക്രീസ്ഡ് ടെൻഡൻസി ടു പാസ് യൂറിൻ മെയിൻലി സീൻ ബൈ 8 to 12 വീക്സ്, ഒരു 2 to 3 months, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ. സോ ആ സമയത്ത് അമ്മയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നും. റീസൺ എന്താണ്? ബൾക്കി യൂട്രസ് ദാറ്റ് റെസ്റ്റ് ഓൺ ദ ബ്ലാഡർ. ഇത് കണ്ടോ, നമ്മുടെ യൂട്രസ് ഇവിടെയാണ്. യൂട്രസിന്റെ തൊട്ട് മുന്നിലാണ് ആരിയിരിക്കുന്നത്? നമ്മുടെ ബ്ലാഡർ ഇരിക്കുന്നത്. അപ്പൊ യൂട്രസ് ഓൾറെഡി നമ്മുടെ കുഞ്ഞ് ഇതിനകത്ത് വളരുന്നതിനനുസരിച്ച് ഇറ്റ് വിൽ ബി ബൾക്കി അല്ലെ, കുറച്ച് വെയിറ്റ് കൂടുന്നതായിട്ട് തോന്നും. സോ ആ യൂട്രസ് എന്ത് ചെയ്യും? നമ്മുടെ ബ്ലാഡറിന്റെ മേളിലേക്ക് ഒരു ചെറിയ പ്രഷർ കൊടുക്കും. സോ
നാച്ചുറലി എന്ത് പറ്റും, അമ്മയ്ക്ക് എന്ത് ചെയ്യും, എപ്പോഴും യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി തോന്നും. ആൻഡ് കൺജസ്റ്റഡ് ബ്ലാഡർ മ്യൂക്കോസ ആൻഡ് ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ് ആൻഡ് പോളിയൂറിയ. സോ ഒരു റീസൺ ആണ് നമ്മുടെ യൂട്രസ് ബൾക്കി ആവുക എന്നുള്ളത്. പിന്നെ നമ്മുടെ ബ്ലാഡർ മ്യൂക്കോസയ്ക്ക് ഇച്ചിരി കൺജസ്റ്റഡ് ഒക്കെ ആകും. നമ്മളുടെ ദാഹം ആ സമയത്ത് നമ്മൾ ടയേർഡ് ഒക്കെ ആവുന്നതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും. ആൻഡ് ദർ വിൽ ബി പോളിയൂറിയ. ദിസ് സിംറ്റം റിസോൾവ് ആഫ്റ്റർ 12 വീക്സ്. 3 മാസം കഴിയുമ്പോൾ ഇത് മാറും. when the uterus becomes an abdominal organ. അപ്പോഴത്തേക്ക് നമ്മുടെ യൂട്രസ് എന്ത് ചെയ്യും, നേരെ കുറച്ചങ്ങ് പോയി നമ്മുടെ അബ്ഡോമിനൽ ഓർഗൻ ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ബ്ലാഡറിന് കുറച്ചൊരു ആശ്വാസം കിട്ടും. പിന്നെയും എന്താണ്, 3rd ട്രൈമസ്റ്റർ ആകുമ്പോഴത്തേക്ക് പിന്നെയും നമ്മുടെ കുഞ്ഞ് ഇറങ്ങി വരുന്നതിനൊക്കെ അനുസരിച്ച് യൂട്രസിന്റെ വെയിറ്റും ഒക്കെ കൂടുന്നതിനനുസരിച്ച് പിന്നെയും ഇതെന്ത് ചെയ്യും, ബ്ലാഡറിനെ ഇതൊക്കെ അമക്കും. അങ്ങനെ 3rd ട്രൈമസ്റ്ററിൽ പിന്നെയും അമ്മയ്ക്ക് ഫ്രീക്വൻസി ഓഫ് മെച്യൂറേഷൻ കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. Then comes the breast heaviness. എന്താണ് ബ്രസ്റ്റ് ഹെവിനെസ്? അമ്മയ്ക്ക് എന്ത് ചെയ്യും, ഫീലിംഗ് ഓഫ് ഫുൾനെസ് ആൻഡ് പ്രിക്കിംഗ് സെൻസേഷൻ. എന്താണ്, ഒരു ബ്രസ്റ്റ് ഒക്കെ കുറച്ചൊരു ഹെവി ആയിട്ട് തോന്നും. എന്നിട്ട് എപ്പോഴും അതിൽ ഇങ്ങനെ മുള്ളുകൊള്ളുന്നുള്ള ഒരു പ്രിക്കിംഗ് സെൻസേഷൻസ് ഒക്കെ ഉണ്ടാവും. ബിക്കോസ് ബ്രസ്റ്റിലും എന്താണ്, ഡക്റ്റും ആൽവിയോളയും ഇവരെല്ലാം പ്രിപ്പയർ ചെയ്യാണ് അല്ലേ. സോ അതിൻ്റെതായിട്ടുള്ള ഒരു സെൻസേഷൻസും മിൽക്ക് ഒക്കെ വരുന്നതിന്റെ ഒരു ഫുൾനെസ്സും ഒക്കെ അമ്മയ്ക്ക് ഫീൽ ചെയ്യും. ഇറ്റ് ഈസ് ബൈ 6 to 8 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് മെയിൻലി പ്രൈമിക് ആയിരിക്കും കൂടുതലായിട്ട് അത് നോട്ടീസ് ചെയ്യുക. കാരണം ഇതുവരെ ഇല്ലാത്ത ഒരു ലക്ഷണങ്ങളായതുകൊണ്ട് ഷീ വിൽ ബി മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ്. ദെൻ ഫറ്റീഗ് എന്ന് പറയുന്നത് പ്രഗ്നന്റ് വുമൺ എക്സ്പീരിയൻസസ് ടയർഡ്നെസ് മോർ ഓഫൺ ഇൻ ഏർലി പ്രഗ്നൻസി. കൂടുതൽ സമയം എന്തായിരിക്കും, ക്ഷീണവും തളർച്ചയും ഒക്കെ ആയിരിക്കും. പിന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ സൈൻസ്, ഇതൊക്കെ നമ്മൾ ഇത്രയും നേരം അമ്മ എന്തൊക്കെയാണ് കാണുന്നതെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ, അമ്മയ്ക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ എന്താണ്, ഇനി നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മൾ അമ്മയിൽ കാണാൻ പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് ആണ് ബ്രസ്റ്റിന് സംഭവിക്കുന്ന ചേഞ്ചസ്. ബ്രസ്റ്റ് എൻലാർജ് ആൻഡ് വാസ്കുലാരിറ്റി ഇൻക്രീസസ് ബൈ 6 to 8 വീക്സ്. നമ്മുടെ ഒരു 1.5-2 മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് ബ്രസ്റ്റ് എൻലാർജ് ആയി തുടങ്ങും. ആൻഡ് ദ വാസ്കുലാരിറ്റി, അതിന്റെ ബ്ലഡ് സപ്ലൈയും കൂടാനായിട്ട് തുടങ്ങും. ഡെലിക്കേറ്റ് വെയിൻസ് ആർ സീൻ അണ്ടർ ദ സ്കിൻ. കണ്ടോ, നമുക്ക് ഇങ്ങനെ ഡെലിക്കേറ്റ് വെയിൻസ്, സോഫ്റ്റ് വെയിൻസ്, നമുക്ക് ഒത്തിരി ഫുൾ എൻഗോജ്ഡ് വെയിൻസ് അല്ല, ഡെലിക്കേറ്റ് വെയിൻസ് നമുക്ക് ബ്രസ്റ്റിന്റെ സ്കിന്നിൽ നമുക്ക് ഇങ്ങനെ ഡൈലേറ്റഡ് ആയിട്ടൊക്കെ കാണാനായിട്ട് പറ്റും. പ്രൈമറി ഏരിയോള ആൻഡ് നിപ്പിൾ ബിക്കം മോർ പിഗ്മെന്റഡ്. നമ്മുടെ എന്താണ്, നമ്മുടെ പ്രൈമറി ഏരിയോള എന്ന് പറയുന്നത് നമ്മുടെ നിപ്പിളിന് ചുറ്റുമുള്ള ഡാർക്കൻഡ് പാർട്ട് അല്ലെ, ആ പ്രൈമറി ഏരിയോള എന്ന് പറയുന്നതും നിപ്പിളും കുറച്ചുകൂടെ പിഗ്മെന്റഡ് ആകും. സെക്കൻഡറി ഏരിയോള അപ്പിയേഴ്സ്. ഈ പ്രൈമറി ഏരിയോളയ്ക്ക് ചുറ്റിനും എന്താണ്, പ്രൈമറി ഏരിയോളയുടെ അത്രയും കളർ അല്ലാതെ നമുക്ക് കുറച്ച് ലൈറ്റ് കളറിൽ, എന്നാൽ ഇതിന് ചുറ്റിനും തന്നെ നമുക്കൊരു സെക്കൻഡറി ഏരിയോളയുടെ ഫോർമേഷൻ കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ ഒരുപാട് ക്വസ്റ്റ്യൻ ഉള്ളതാണ്, നമ്മുടെ മോൺഗോമറീസ് ട്യൂബർക്കിൾ എൻലാർജ് സെബേഷ്യസ് ഗ്ലാൻസ് എറൗണ്ട് ദ ഏരിയോള. നമ്മുടെ ഏരിയോളയ്ക്ക് ചുറ്റിനും ഇതുപോലെ സെബേഷ്യസ് ഗ്ലാൻസ് എൻലാർജ് ചെയ്ത് നിൽക്കും. ഇതൊരു സെക്രീഷൻ കൊടുക്കുന്നതാണ് കേട്ടോ, ഇവിടെ ഒരു മോയിസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. സോ ആ എൻലാർജ്ഡ് സെബേഷ്യസ് ഗ്ലാൻസിനെ നമ്മൾ പറയുന്നതാണ് മോൺഗോമറീസ് ട്യൂബർക്കിൾ. ഒരുപാട് ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ചിലപ്പം എവിടെയാണ് ഇത് വരുന്നത്, യൂട്രസിലാണോ, ബ്രസ്റ്റിലാണോ, വജൈനയിലാണോ, അങ്ങനെയായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ എൻലാർജ്ഡ് സെബേഷ്യസ് ഗ്ലാൻസ് അറൌണ്ട് ദ ഏരിയോള നോൺ ആസ് എന്നായിരിക്കും ചോദിക്കുന്നത്. സോ മോൺഗോമറീസ് ട്യൂബർക്കിൾ ആണ് അതിന്റെ ആൻസർ. ഇപ്പൊ നമ്മുടെ ബ്രസ്റ്റിന്റെ ചേഞ്ചസ് കഴിഞ്ഞു. ഇനി നമ്മുടെ ആരാണ് നമ്മുടെ മെയിൻ, നമ്മുടെ അബ്ഡോമൻ. അബ്ഡോമനിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് കാണാൻ പറ്റുന്നത്? യൂട്രസ് റിമൈൻസ് ആസ് എ പെൽവിക് ഓർഗൻ ടിൽ 12th വീക്ക് അല്ലെ. യൂട്രസ് എന്താണ്, ഒരു 3 മാസം വരെ നമ്മുടെ പെൽവിസിനകത്ത് തന്നെയാണ് യൂട്രസ് ഉണ്ടാകുക. നമ്മൾ പറഞ്ഞു അതിനനുസരിച്ച് അവരവിടെ വെയിറ്റ് വെക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബ്ലാഡറിനെ കയറി ഇങ്ങനെ അമുക്കുമ്പോഴാണ് അമ്മയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനൊക്കെ തോന്നും. സോ അത് കഴിയുമ്പോഴത്തേക്ക് യൂട്രസ് എന്ത് ചെയ്യും, പതുക്കെ അവിടുന്ന് വളർന്ന് നമ്മുടെ അബ്ഡോമനിലേക്ക് വരികയാണ്. സോ ഇറ്റ് ഈസ് ഫെൽറ്റ് ആസ് എ സുപ്രാ പ്യൂബിക് ബൾജ് പെർ ദ അബ്ഡോമൻ. നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടെയൊക്കെ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇവിടെയായിട്ട് നമുക്കൊരു സുപ്രാ പ്യൂബിക് ബൾജ്, ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ ഒരു ബൾജ് നമുക്ക് കാണാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് യുവർ എൻലാർജിങ് യൂട്രസ്.